ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ഞങ്ങൾ സുഖമായിരിക്കുന്നു കേട്ടോ. സ്കൂൾ തുറക്കുന്നതിൻ്റെ സന്തോഷത്തിലായിരിക്കും എല്ലാവരും. നവംബർ 1 അപ്പൂനും സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട്. അതിൻ്റെ സന്തോഷത്തിലാണ് അപ്പൂസും. ഇന്നവൾ കാലത്ത് തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി നിൽക്കുകയാണ്. 9 മണി തൊട്ട് 12 മണി വരേക്കുമാണ് സ്കൂള്. അപ്പോൾ ഇന്ന് ലഞ്ച് ബോക്സ് ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല, സ്നാക്ക് എന്തെങ്കിലും കൊടുത്തു വിട്ടാൽ മതി. അതുകൊണ്ട് ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ബ്രെഡ് ഇവിടെ ടോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. രാവിലെ എന്തെങ്കിലും കഴിക്കാൻ വലിയ മടിയാണ്. അപ്പോൾ ഞാൻ ഹോർലിക്സ് ഉണ്ടാക്കി നിർബന്ധിച്ച് കഴിപ്പിക്കാനുള്ള ബദ്ധപ്പാടിലാണ്. അപ്പൂസിൻ്റെ മുടിയൊക്കെ വെട്ടി ചെറുതാക്കിയിട്ടുണ്ട് കേട്ടോ. അവളുടെ ഇഷ്ടപ്രകാരമാണ് കേട്ടോ ഹെയർ കട്ട് ചെയ്തത്. അപ്പൂനെ സ്കൂളിലേക്ക് കൊണ്ടുവിട്ടതിന് ശേഷം മാർക്കറ്റിൽ ചെന്ന് വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളും മീനും കോഴിയൊക്കെ വാങ്ങിച്ചാണ് ഞാൻ മടങ്ങി വന്നത്. വരുന്ന വഴിയിൽ പുഴയുടെ ഭംഗി കണ്ട് വണ്ടി നിർത്തി അതൊക്കെ ആസ്വദിക്കാനും മറന്നില്ല കേട്ടോ. പുഴ വളരെ ശാന്തമായിട്ട് ഒഴുകുന്നുണ്ട്. മുക്കുവരാണെന്ന് തോന്നുന്നു. മീനൊക്കെ വലവീശി എറിയുന്നുണ്ട്. കുഞ്ഞു മത്തിയായിരുന്നു ഞാൻ വാങ്ങിച്ചത്. എനിക്കിത് വലിയ ഇഷ്ടമാണ്. വീട്ടിലെത്തിയ ഉടൻ മീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മറവാൻ വിശക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നെയ്പത്തിരി ഉണ്ടാക്കാൻ ഇറങ്ങി. ഇതിൻ്റെ മാവ് തലേന്ന് അരച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ എളുപ്പത്തിലെടുത്ത് ചുട്ടെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ രാത്രിയിലേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങാമെന്ന് കരുതി. ഞാനിന്ന് വരുമ്പോൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ എന്ന് വെച്ചാൽ ചെറിയ ചിക്കനാണ് കേട്ടോ. ഒന്നൊരു കാടക്കോഴിയേക്കാളും കുറച്ച് വലിപ്പമുള്ള ചിക്കനാണ്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ തയ്യാറാക്കി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പെരി പെരി സോസ് തയ്യാറാക്കാൻ ചുവന്ന വറ്റൽമുളക് കഴുകിയെടുത്തിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണ്. 100 ഗ്രാമോളം വറ്റൽമുളക് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും പെരി പെരി സോസിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈയിടെയായിട്ട് ചിക്കനിലൊക്കെ ഇങ്ങനെ ഒരു സോസാണ് തേച്ച് പിടിപ്പിക്കാറ്. അപ്പോൾ ഇന്ന് ഈ സോസിനെ കൊണ്ട് ഞാൻ രാത്രിയത്തേക്കുള്ള എല്ലാ വിഭവങ്ങളിലും ഈ സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക കേട്ടോ. നല്ല റെസിപ്പീസാണ്, ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല എന്ന് ഉറപ്പില്ല റെസിപ്പീസാണ്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വറ്റൽമുളക് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് മീൻ മുറിക്കാനുള്ള ഒരുക്കം തുടങ്ങി. കുഞ്ഞിമത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെട്ടിയെടുക്കാം. മത്തിയുടെ തലഭാഗം നീക്കം ചെയ്താണ് വെട്ടിയത്. ഇവിടെ 2 പൂച്ചക്കുഞ്ഞുങ്ങൾ ഉള്ളതുകൊണ്ട് മീൻ വെട്ടിയതിൻ്റെ അവശിഷ്ടങ്ങൾക്കൊക്കെ വലിയ ഡിമാൻഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീൻ വൃത്തിയാക്കി മുളകും ഉപ്പൊക്കെ പുരട്ടി വെച്ചതിന് ശേഷം കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചക്കറികളൊക്കെ ഒന്ന് സോട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി. പിന്നെ മീൻ വേസ്റ്റ് പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടി ചെന്നു.
അപ്പോൾ രണ്ടുപേരെയും ഞാൻ ഒരുമിച്ച് ഒരേ പാത്രത്തിൽ നിന്ന് ഫുഡ് കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട് അവിടെ ഇറക്കി വിട്ടതാണ്. അപ്പോഴേക്കും ദാ ഇവിടെ രണ്ടുപേരും കടി പിടിയും മാന്തൊക്കെയാണ് ചെയ്യുന്നത്. അതിനിടയിൽ ടർക്കി കൂടി വരുന്നത് കണ്ടപ്പോൾ ഞാൻ രംഗം കാലിയാക്കി. ഈയിടെയായിട്ട് ഈ ടർക്കി ആരെന്നും ഏതൊന്നും ഇല്ലാതെ കാണുന്നവരൊക്കെ കൊത്താൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ടർക്കീനെ തുരത്തിയിട്ട് ഈയിടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച കാക്ടസിൻ്റെ വളർച്ചാ പുരോഗതിയൊക്കെ നോക്കാമെന്ന് കരുതി. ഉണങ്ങിയ സ്റ്റെമ്മ് മണ്ണിനകത്തേക്ക് ആഴ്ത്തിയിട്ട് ഒരല്പം വെള്ളം തളിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈയിടെയായിട്ട് കുറച്ച് ദിവസം എന്തോ ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നോക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചുകൂടി ഡ്രൈ ആയിട്ടുണ്ട്. നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണല്ലോ, അപ്പോൾ കൃത്യമായിട്ട് ഇതിന് നനവുണ്ടോ അല്ലെങ്കിൽ അധികം വെള്ളമാവാതെ ഒക്കെ നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഞാനിതൊന്നുകൂടി പരിപാലിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇനി അല്പം വളം തളിച്ചു കൊടുത്താൽ ഇത് ഉഷാറായിട്ട് വന്നോളും. ജർബറയിൽ നല്ലൊരു പൂ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് അറുത്തെടുത്തിട്ട് ഫ്ലവർ വേഴ്സിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. പുതിനയില വേര് പിടിപ്പിക്കാൻ അല്പം എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ പുതിന കൃഷി ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ട് ഇതൊന്ന് പരീക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. വറുക്കാനുള്ള മീനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. കുറച്ച് വെളുത്തുള്ളി അല്ലികൾ തൊലി കളഞ്ഞെടുത്ത് മല്ലിയിലയും വറ്റൽമുളകും ചേർത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കണം. അടിച്ചെടുത്ത വറ്റൽമുളക് മിശ്രിതത്തിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഒന്നുകൂടി അരച്ചെടുത്തു. ആ സമയം ഒരു ഫൈൻ പേസ്റ്റ് റെഡിയായി കിട്ടും. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂണോളം ചുവന്ന മുളക് പൊടിയും ഇത്തിരി കുരുമുളക്, പെരുംജീരകം, നല്ല ജീരകം തുടങ്ങിയവ ചേർത്തിട്ട് ഒന്നുകൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. കാടക്കോഴിയേക്കാൾ ഇത്തിരി വലിപ്പം കൂടിയ കോഴിയാണ്, അതുകൊണ്ട് ഒരാൾക്ക് 1 എന്ന വീതമാണ് കേട്ടോ ഇത് വാങ്ങിച്ചിരിക്കുന്നത്. നന്നായി മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പാത്രം അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ സൂക്ഷിക്കാം. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും മസാലയൊക്കെ നന്നായി പിടിച്ചോളും. അപ്പോൾ ഇതിൽ തേച്ച് ബാക്കിയുള്ള പെരി പെരി സോസ് ഞാൻ എടുത്ത് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ഈ പെരി പെരി സോസ് തയ്യാറാക്കിയ മിക്സിയിൽ 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ആ വെള്ളം സൂക്ഷിച്ച് വെക്കണം കേട്ടോ. മിക്സിയിലുള്ള വെള്ളം കളയാതെ നമ്മൾ രാത്രിയിലേക്കുള്ള ചപ്പാത്തി തയ്യാറാക്കുമ്പോൾ ഈ മിക്സി അടിച്ചെടുത്ത വെള്ളം ഉപയോഗിച്ചിട്ടാണ് മാവ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെ കുഴച്ചെടുത്ത മാവ് കൊണ്ട് ഭട്ടൂര ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. നമ്മളിത് ഈ മാവ് 8 മണിക്കൂറോളം വെച്ചാൽ മതി. ആട്ടയും മൈദയും സമാസം എടുത്ത് ലേശം ഉപ്പും പിന്നെ ഈ വെള്ളവും മാത്രമാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ചു. വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അല്പം ഓയിൽ ഒഴിച്ച് മുഴുവൻ ചിക്കനും നിരത്തി വെച്ചിട്ട് പാത്രം അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വെജീസൊക്കെ മുറിച്ച് കറിയും ഉണ്ടാക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും അരിഞ്ഞെടുത്തിട്ട് ലേശം ഉപ്പും ചേർത്ത് വെള്ളത്തിൽ വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് വെന്ത് തുടങ്ങുമ്പോഴാണ് ക്യാപ്സിക്കവും കോളിഫ്ലവറും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒന്നിച്ച് ചേർത്താൽ വെന്ത് കുഴഞ്ഞു പോകും, അതുകൊണ്ടാണ് ഇത് പിന്നീട് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പെരി പെരി സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ വേറെ ഒന്നും മസാലയായിട്ട് നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല, ഇത് മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് നമ്മളതിൻ്റെ പാല് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ചിക്കൻ വെന്ത് തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ഡ്രാഗൺ ചിക്കൻ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് പാത്രം തുറന്ന് വെച്ചിട്ട് നമുക്ക് ചിക്കൻ നന്നായി മൊരിയുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി. ഏകദേശം ഇത് വേവുന്ന ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കൃത്യം 1 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഇത്രയും നേരം ഇത് വെക്കണ്ട, ശരിക്കും ഇത് ഓവർ കുക്ക്ഡാണ്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റ് ആകുമ്പോഴേക്കും ചിക്കൻ റെഡി ആയിക്കോളും കേട്ടോ. ഇനി നമുക്ക് റൊട്ടി തയ്യാറാക്കാം. അതിനായി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മാവിൽ നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സൊക്കെ കിടന്ന് നല്ല ഭംഗിയുള്ള, കാണാനും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇത് കഴിക്കാനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തീസാണ് നമുക്ക് കിട്ടുക. ഇതേ മാവ് കൊണ്ട് തന്നെ നമുക്ക് ഭട്ടൂര ഉണ്ടാക്കിയെടുക്കാം. അപ്പൂന് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവൾ നേരത്തെ ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അവൾക്ക് ഞാൻ ആദ്യം തന്നെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അപ്പൂ ഫുഡ് കഴിക്കുമ്പോഴേക്കും മറ്റുള്ളവരും വന്നു, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ദിവസം ഒരു ഫിലിം കാണാനൊക്കെ ഒരു മൂഡുണ്ട്. അപ്പോൾ ഒരു മൂവി വെച്ചിട്ട് ഞാനും ജാസ്മിനും കൂടി കാണുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് എൻ്റെ മടിയിൽ കിടന്ന് ഉറക്കം പിടിച്ചു. അവൾ കാലത്തെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ എണീറ്റ് ആ ഒരു ക്ഷീണത്തിലും കാര്യത്തിലൊക്കെ ആയിരുന്നു.
അപ്പോൾ സ്റ്റേ എന്നായിരുന്നു മൂവിയുടെ പേര്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണണം, വളരെ നല്ല മൂവിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എൻ്റെ വ്ളോഗ് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്കെന്നും എന്നെ എൻകറേജ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ.